വാപ്പന്നെ കെട്ടിച്ച മാരന്റെ തൊള്ളില് 300 പല്ല് പോകാഞ്ഞ വാപ്പാന്റെ തല്ല് പോകൂല വാപ്പ പോകൂല വാപ്പ മാരന്റെ കൂടെ ഞാൻ പോകൂല വാപ്പ ഞാനൊരു സുന്ദരി ബിഎസുകാരി ഏറെ യുവാക്കളെ കണ്ടുള്ള നാരി പോകൂല വാപ്പ പോകൂല രണ്ടുപേരെ പാടുള്ളൂ എന്റെ പുറം പാടില്ല പിച്ചൊക്കെ എടുത്തോളി ഉണ്ടു സഖി ഒരു കുലമുന്തിരി പങ്കിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാരി പ്രായം ഇപ്പൊ തോന്നിക്കൂലെ എനിക്ക് പ്രായം എന്ന് പറഞ്ഞാൽ 10-15 വയസ്സായിക്കോളൂ പക്ഷെ 25 മൂത്തതാണ് ായിട്ടുള്ളൂ എന്താ അടുത്ത ഞാൻ ഒരു ചെറിയ ടെസ്റ്റ് ഞാനൊരു വൈദ്യരാണല്ലോ 2-3 മുഴയുണ്ട് ഇതിലിപ്പോ നിർത്താൻ നിൽക്കുന്ന നാളെ ഡ്യൂട്ടിന്റെ ആയിട്ടൊന്നുമല്ല ഭാര്യമാരെ സത്യല്ലേ. അപ്പൊ മുത്തുമണികളെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് അംസപ്പയും കമ്പനിയും കല്യാണത്തിന് വന്നതാണ് കേട്ടോ. നമ്മളെ സിയാബിന്റെ കല്യാണത്തിന് വന്നതാണ്. അപ്പൊ വന്നപ്പോ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോഴേ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അടിച്ച് പൊളിക്കുകയുണ്ടോ. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കല്യാണ പെരയിൽ പോയി. ഫുഡൊക്കെ നല്ല തട്ടാണ്ടോ. അംസപ്പൊക്കെ തട്ടുണ്ടല്ലോ നിങ്ങള് ഫുഡ്. ഇതാണ് നമ്മളെ കല്യാണ ചെക്കന്. ചെക്കന്റെ പേര് സിയാബ്. അങ്ങനെ ഓർക്കോട് പെണ്ണിട്ടി. ബിരിയാണിന്റെ ടേസ്റ്റ് കൊണ്ട് ഇവർക്ക് നീച്ചാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കൈയൊക്കെ കഴുകി നേരെ അവിടെ കയറി ചെല്ലണത് എങ്ങോട്ടാന്നറിയോ? ചെക്കന്റെ മണിയറ റൂമൊക്കെ. മണിയറ റൂമൊക്കെ കണ്ടിട്ട് നേരെ മാറ്റി കൊടുത്ത് ചെക്കനൊക്കെ മാറ്റി കൊടുത്തിട്ടേ നേരെ അവിടെ കയറി ചെന്നു പെണ്ണു വീട്ടിക്ക്. പെണ്ണു വീട്ടിലൊക്കെ പോയി ഓരോ ഹോർലിക്സ് ഒക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക ചെക്കൻ. ഇതാരാണ്? ആരാ അംസത്തെ? ഞാൻ കരുതിയ ആരാരും പിന്നെ പറയാം. പിന്നെ സിയാവിന് നമ്മള് വേണ്ട, പെണ്ണിനെ കണ്ടപ്പോ സിയാവിന് വേണ്ട. അപ്പൊ ഞങ്ങൾ നേരെ എങ്ങോട്ടാ പോയതറിയോ? നല്ലൊരു ലൊക്കേഷനുള്ള സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. അംസപ്പാക്ക് ഈ സ്ഥലം കണ്ടപ്പോഴേ ഭയങ്കര ഹാപ്പി. പിന്നെ അംസപ്പ വേറെ വൈബ്, പാട്ടും കൂത്തും. കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ ആകെ അല്ല നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാ പ്രായം ഇപ്പൊ തോന്നിക്കൂലെ എനിക്ക് പ്രായം എന്ന് പറഞ്ഞാൽ 10-15 വയസ്സായിക്കോളൂ പക്ഷെ 25 മൂത്തതാണ് ായിട്ടുള്ളൂ എന്താ അടുത്ത പരിപാടി? ഞമ്മള് നല്ലൊരു അംസപ്പാക്കിയ ഒരു പാട്ട് പാടണം. ഒരു പാട്ട് പാടണം. ആരാ പാടുന്നത് തീരുമാനിച്ചു? രണ്ടാളും ഒന്നിച്ചാ പാടണേ. ആദ്യം പാടട്ടെ, പിന്നെ ഒപ്പം ബാക്കി ഞങ്ങള് പാടിക്കൊണ്ട് രണ്ടുപേരെ പാടുള്ളൂ എന്റെ പുറം പാടില്ല. പിച്ചൊക്കെ എടുത്തോളി. ഉണ്ടു സഖി ഒരു കുലമുന്തിരി പങ്കിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാരി എന്നറിയില്ലേ? നാട്ടിലെ രാജാവല്ലേ
അങ്ങ് വരും നാളെയില്ല യാചകയാണല്ലോ. അടിപൊളി എന്തായാലും അപ്പൊ ബക്കറാഖാന്റെ പാട്ട് പാടി ഹംസപ്പ ഒരു പാട്ട് പാടണം. രണ്ട് ലൈന് ഇല്ല കഴിഞ്ഞിട്ടില്ല. പാടണം ആകെ സങ്കടക്കടലാക്കോ. പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ വെണ്ണീരാകും കൽബും കൊണ്ട് ബാക്കി വീട്ട് വരുന്നില്ലല്ലോ. എന്താ ഇത്? അല്ല ഇതെന്താ കണ്ണീര് അവിടെ നിർത്തിയത്? കരഞ്ഞോ? കണ്ണീര് കൊണ്ടുണ്ട്. കോമഡി പാട്ട്. പോകൂല വാപ്പാ പോകൂല വാപ്പാ മാരന്റെ കൂടെ ഞാൻ പോകൂല വാപ്പാ പോകൂല വാപ്പാ പോകൂല വാപ്പാ മാരന്റെ കൂടെ പോകൂല വാപ്പാ. പൊന്നാര വാപ്പന്നെ കെട്ടിച്ച മാരന്റെ തൊള്ളില് 300 പല്ല് പോകാഞ്ഞ വാപ്പാന്റെ തല്ല്. പോകൂല വാപ്പാ പോകൂല വാപ്പാ മാരന്റെ കൂടെ ഞാൻ പോകൂല വാപ്പാ. ഞാനൊരു സുന്ദരി ബിഎസുകാരി ഏറെ യുവാക്കളെ കണ്ടുള്ള നാരി. പോകൂല വാപ്പാ പോകൂല വാപ്പാ മാരന്റെ കൂടെ ഞാൻ പോകൂല വാപ്പാ. സ്കൂളിൽ പോകാത്ത മൊട്ട തലയൻ തീരെ കൂളി മാറും എന്റെ പോകൂല വാപ്പാ പോകൂല വാപ്പാ മാരന്റെ കൂടെ ഞാൻ പോകൂല വാപ്പാ. പുണ്ടൈ കെട്ടിയ ഇപ്പിയെ വേണം ഡിഗ്രി എടുത്തുള്ള യുവായിടേണം. പോകൂല വാപ്പാ പോകൂല വാപ്പാ മാരന്റെ കൂടെ ഞാൻ പോകൂല വാപ്പാ. ഡൗട്ട് ഉണ്ട്. സത്യം പറയണം, സ്കൂൾ പോകാത്ത മോട്ട തലേനാരാ? പറഞ്ഞതാണല്ലേ. എന്തായാലും നല്ല വൈബായിട്ട് ഞങ്ങക്ക് ഭയങ്കര സന്തോഷമായി. ചോദിക്കരുത് വരയ്ക്ക് എത്തിയില്ലെങ്കിൽ ചിലർക്കൊക്കെ കുത്ത് കിട്ടും. അതൊക്കെ നമ്മള് കാരണം അത് സംഭവിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നാളെ കോട്ടക്കൽ ആര്യവതിശാലി പോകേണ്ടി അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പരിപൂർണ സമ്മതങ്ങൾ എല്ലാവരും പോയിട്ടില്ലെങ്കിൽ പണിയാവില്ലേ? എയർപോർട്ടിന് നേരെ ഇതിൽ പോയി നിർത്താൻ നിൽക്കണ നാളെ ഡ്യൂട്ടിന്റെ ആയിട്ടൊന്നുമല്ല, ഭാര്യമാരെ പേടിച്ച്. സത്യല്ലേ? ആർക്ക് ഇപ്പൊ ഇവിടെ ഇല്ല, ഏകദേശം ഇങ്ങക്ക് വരെ പേടിയുണ്ട്. അതാണ് പറഞ്ഞേ. നമ്മളെ വീഡിയോ കാണുമ്പോ നമ്മളെ പെണ്ണുങ്ങളെ ഡിസ്പ്ലേറ്റ് അടിക്കും. അതെ, എനിക്കിത് മുഖം കണ്ടിട്ട് ഹംസപ്പാക്കാന്റെ പെണ്ണുങ്ങൾക്ക് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ലല്ലേ? ഉണ്ട്. എന്താ ചെയ്യലറിയോ? ഞാൻ ഒരു ചെറിയ ടെസ്റ്റ്. ഞാനൊരു വൈദ്യരാണല്ലോ. 2-3 മുഴയുണ്ട്.